ഫ്രണ്ട്സ്, സദേൺ റെയിൽവേയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും ITI കഴിഞ്ഞവർക്കും ഒക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ കേരളത്തിലെ വേക്കൻസി ഉണ്ട്, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികളാണ്. അപ്പോൾ ഇത് വേക്കൻസി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ലാന്നുണ്ടായത് അപ്രന്റീഷിപ്പ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്രന്റീഷിപ്പ് ചെയ്താൽ ഒട്ടനവധി ബെനിഫിറ്റ് കാര്യങ്ങളുണ്ട്. കാരണം അത് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കുന്നതാണ്. അത് മാത്രമല്ല നമുക്കെന്താണ് റെയിൽവേയിലൊക്കെ നമുക്കെന്താണ് ഈ പറയുന്ന അപ്രന്റീഷിപ്പിന് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഗ്രൂപ്പ് ഡിയിലേക്കൊക്കെ 20% ഈ പ്രിഫറൻസ് മുൻഗണനയൊക്കെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഒരു വെയിറ്റേജ് ഒക്കെ ഉണ്ടാവും നമുക്ക് എക്സാം നടക്കുന്ന സമയത്ത്. എക്സാം എഴുതണം കേട്ടോ. എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു വെയിറ്റേജ് ഉണ്ടാവും. അപ്പോൾ അതിലൂടെയൊക്കെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ റാങ്ക് വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരിക്കലും അപ്രന്റീഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വളരെ കുറഞ്ഞ എമൗണ്ട് സ്റ്റൈപ്പൻ്റൊക്കെ ആയിട്ട് കിട്ടുള്ളൂ. പക്ഷേ എങ്കിലും നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാകും. നമ്മൾ അതത് ട്രേഡുകളിൽ നിങ്ങൾക്ക് ITI കഴിഞ്ഞവർക്കും ഇനി നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്കൊക്കെ എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, ഈ ITI കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം, ITI പഠിച്ചിട്ടില്ലെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനൊക്കെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ജസ്റ്റ് ഇൻട്രോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ അപ്പോൾ ഞാൻ നമ്മുടെ ചാനലൊന്ന് കാണിക്കാൻ നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ ചാനലിൽ ഏകദേശം 65K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 100Kയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കുക. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ റീസെൻ്റ് ആയിട്ട് ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം. നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കാണാം. ഇന്നാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഡേറ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 22/7 മുതൽ നിങ്ങൾക്ക് 12/8 ആണ് കേട്ടോ അതിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ടോട്ടൽ വേക്കൻസി 2438 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലുള്ള എല്ലാവർക്കും ദ ഹോൾ സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് എന്നവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോണ്ടിച്ചേരി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കാണാം കേരളത്തിലുള്ള എല്ലാ ജില്ലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ കേരളത്തിൽ മൊത്തം ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപിലുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആന്ധ്രാപ്രദേശിൽ 2 ഡിസ്ട്രിക്റ്റിലേക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളത് പ്രത്യേകം കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം SPSR നെല്ലൂർ, ചിറ്റൂർ, ഈ പറഞ്ഞ 2 ഡിസ്ട്രിക്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കർണാടകയിൽ ഈ പറഞ്ഞിരിക്കുന്ന ദക്ഷിണ കർണാടകയിലുള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ആ പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ദക്ഷിണ കർണാടക കന്നഡ എന്ന് പറയുന്നത് കർണാടക അല്ല, ദക്ഷിണ കന്നഡ എന്ന് പറയുന്ന ആ ഒരു ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2000 ചില്ലാൻ വേക്കൻസി ഉണ്ട്, 2000 മുകളിൽ വേക്കൻസി ഉണ്ട്. അപ്പോൾ നമുക്ക് കേരളത്തിലുള്ളവർക്കാണ്, അത് തമിഴ്നാട്ടിലുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുക. ലക്ഷദ്വീപ്കാർക്കാണ് ഈ പറയുന്ന ആന്ധ്ര കർണാടകയൊക്കെ ലിമിറ്റഡ് ആണ്, അവരുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. പിന്നെ നോർത്ത് ഇന്ത്യൻസ് അങ്ങനെ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്താണ് ഇത് സാധ്യത കൂടുതലാണ് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം കൂടുതലായിട്ടുള്ള കോമ്പറ്റീഷനോ കാര്യമൊന്നുമില്ല, എക്സാമോ കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ നിങ്ങളുടെ മാർക്കിനൊക്കെ അടിസ്ഥാനമായിട്ടാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് 2 കാറ്റഗറിയാണ് വരുന്നത്. ഒന്ന് ഫ്രഷേഴ്സ് കാറ്റഗറിയും വരുന്നുണ്ട്, 2 നിങ്ങൾക്കിവിടെ കാണാം ITI കാറ്റഗറിയാണ്. ഫ്രഷേഴ്സ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് യോഗ്യത ഉണ്ടായാൽ മതി. ജസ്റ്റ് നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി +2 കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യട്ടെ, അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്കിവിടെ കാണാം ഒന്ന് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പ് നിങ്ങൾക്കിവിടെ കാണാം, കോയമ്പത്തൂരാണ്, ഫിറ്ററാണ്. ഇതിൽ ടോട്ടൽ 18 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഫിറ്റർ എന്ന് പറയുന്ന ട്രേഡിലേക്ക് നിങ്ങൾക്ക് SSLC ജസ്റ്റ് പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് 50% മാർക്കോടുകൂടി പാസ്സാണെങ്കിൽ അപ്ലൈ ചെയ്യാം. എന്നാൽ SC/ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ജസ്റ്റ് പാസ്സായാൽ മതി, 50% മാർക്ക് വേണം നിർബന്ധമില്ല. ഓക്കെ, അടുത്ത നിൽക്കുന്ന കാണാൻ C&W പേരമ്പൂർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഫിറ്റർ, വെൽഡർ വിളിച്ചിട്ടുണ്ട്. ഇതിലേക്കും നിങ്ങൾക്ക് എന്താണ് ജസ്റ്റ് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഈ പറയുന്ന അപ്പോൾ ഏതെങ്കിലും ഒരു ഡിവിഷനിലേക്കാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൽ 47 വേക്കൻസിയാണ് ടോട്ടൽ. SC/ST ജനറൽ വേക്കൻസികളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിനടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം റെയിൽവേ ഹോസ്പിറ്റൽ ഈ പറയുന്ന MLT ആണ് വിളിച്ചിരിക്കുന്നത് പേരമ്പൂരിൽ. MLT ഈ പറയുന്ന MLTയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ +2 നിങ്ങൾ സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം, അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്കൊന്നും ITIയുടെ ആവശ്യമില്ല കേട്ടോ. ഈ ഫ്രഷർ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് ITIയുടെ യാതൊരു ആവശ്യമില്ല, ജസ്റ്റ് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ മതി. അപ്പം +2 സയൻസ് എടുത്ത് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ സയൻസ് അതിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ ഞാൻ പറഞ്ഞു തരട്ടെ, ഏതൊക്കെ സബ്ജക്റ്റ് നമ്മൾ +2 പഠിച്ചിരിക്കുന്ന കണ്ടീഷൻ. അപ്പോൾ MLT, റേഡിയോളജി, പാത്തോളജി, കാർഡിയോളജി ഈ കാറ്റഗറിയിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അങ്ങനെ 20 വേക്കൻസിയാണ് അതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രഷർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറയുന്ന ഫിറ്റർ, അതുപോലെ വെൽഡർ എന്ന് പറയുന്നത്. ദെൻ +2 സയൻസ് എടുത്ത് പഠിച്ച് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് MLT എന്ന് പറയുന്ന നിങ്ങൾക്ക് ഈ പറയുന്ന മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാം. അപ്പം ഇത്രയാണ് എന്താണ് ഫ്രഷർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഫ്രഷർ മീൻസ് ഈ പറയുന്ന ജസ്റ്റ് 10ാം ക്ലാസ് കഴിഞ്ഞാൽ മതി, നിങ്ങൾക്ക് എന്തുണ്ട് ITIൻ്റെ ആവശ്യമില്ല ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നതെല്ലാം ITI കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക കേട്ടോ. അത് നിങ്ങൾക്ക് ഈ പറയുന്ന ഓരോ വർക്ക്ഷോപ്പും ഇപ്പോൾ കോയമ്പത്തൂരിലാണെങ്കിൽ നിങ്ങൾക്ക് ഫിറ്റർ, ടേണർ, മെഷീനിസ്റ്റ്, വെൽഡർ, ഞാൻ കംപ്ലീറ്റ് വായിക്കുന്നില്ല, കോപ്പ, അങ്ങനെ 52 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. വേക്കൻസിക്ക് നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് നോക്കാവുന്നതാണ്. തിരുവനന്തപുരം ഡിവിഷനിൽ നമുക്ക് 145 വേക്കൻസി വന്നിട്ടുണ്ട് കേട്ടോ. ഈ പറയുന്ന വെൽഡർ, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, പ്ലംബർ, ഡീസൽ മെക്കാനിക്, പെയിൻറ്റർ. പിന്നെ നമ്മുടെ വീഡിയോയുടെ അധികവും നമ്മൾ അപ്രന്റീഷിപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് എന്താണ് ഇതൊക്കെ ഭയങ്കര പണിയെടുപ്പിക്കലാണെന്നൊക്കെ പറഞ്ഞ് പലരും നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഇടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഒരു ITI കഴിഞ്ഞു, നിങ്ങൾ ITI കഴിഞ്ഞു എന്ന് വിചാരിക്കുക.
ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞു നമ്മൾ വെറുതെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ ഡയറക്റ്റായിട്ട് ഒരിക്കലും ഒരു കമ്പനി എന്ത് ചെയ്യില്ല, നമുക്ക് സ്കില്ലില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, റിക്രൂട്ട് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ജോബ് അന്വേഷിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ കാര്യങ്ങൾ. പെട്ടെന്ന് നമുക്ക് ഫ്രഷേഴ്സിന് എന്താണ് വേക്കൻസി വളരെ കുറവാണ്. എക്സ്പീരിയൻസ്ഡ് ആയുള്ള ഉദ്യോഗാർത്ഥികളാണ് ഏത് പ്രൈവറ്റ് കമ്പനികളൊക്കെ ആണെങ്കിലും നോക്കുന്നത്. അതല്ല ഇനി ഗവൺമെൻറ്റിൽ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്, വിളിക്കാറുണ്ട്. അപ്പോൾ ആ സ്ഥാനത്ത് നിങ്ങൾ ITI കഴിഞ്ഞിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറയുന്ന ഗവൺമെൻറ് ഇതിൻ്റെ ഒരു സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്, നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ തിയറിറ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടുള്ള സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ പഠിച്ച് വെറുതെ അങ്ങനെ മൂലക്കിൽ ഇരുന്ന് പോകരുത്. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇത്തരം വലിയൊരു ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് നമുക്കറിയാം വലിയൊരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് അതിലെന്താണ് ഈ പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതിൽ നമ്മൾ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഈ പറയുന്ന അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും ലഭിക്കും. ഓക്കെ, അപ്പോൾ അതിന് കൂടെ നമുക്ക് ഗവൺമെൻറ് നമുക്കൊരു സഹായമായിട്ട് സ്റ്റൈപ്പൻഡ് ലഭിക്കും. സ്റ്റൈപ്പൻഡ് വളരെ കുറവാണ്, അതൊക്കെ കൂട്ടണം എന്നൊക്കെ ഉദ്യോഗാർത്ഥികൾ എപ്പോഴും പറയുന്നൊരു കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റൈപ്പൻഡ് കുറവാണെങ്കിലും നമുക്ക് ആ ഒരു ചിലവ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ അതും മാത്രമല്ല, ഇനി ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. അപ്പോൾ അടുത്ത വർഷമൊക്കെ വരും. അപ്പോൾ അത് നിങ്ങൾക്ക് അതിലേക്ക് ഒരു 20% എന്താണ് ഉദ്യോഗാർത്ഥികളെ ഈ പറയുന്ന റെയിൽവേയിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്ക് ഒരു പ്രിഫറൻസ്, ഒരു മുൻഗണന കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിലേക്ക് പോകുമ്പോൾ അത് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കും. ഇനി ഗവൺമെൻറ്റിൽ തന്നെ വിളിക്കുമ്പോൾ അത് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കും. അതുകൊണ്ട് എന്താണ് പട്ടിയെ പോലെ നമ്മൾ പണിയെടുക്കേണ്ടതെന്നൊക്കെ പറയുന്നത്, അങ്ങനെയുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യുക, തളർത്തുന്നതായിരിക്കും. നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് വേണം, വെറുതെ ഇരിക്കുന്നതിൽ നല്ലത് എക്സ്പീരിയൻസ് വേണം എന്നുള്ളത്, അതും ഇന്ത്യൻ റെയിൽവേയുടെ ഇതിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം ശരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ത്യൻ റെയിൽവേയുടെ അവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇതൊക്കെ നമുക്കുള്ളൊരു അവസരമാണ്, നമുക്കൊരു എൻട്രിയാണ് നമുക്കുള്ളത്, നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ കാണാം. അടുത്ത സാലൻ ഡിവിഷനാണ്. ഇലക്ട്രീഷ്യൻ വിളിച്ചിട്ടുണ്ട്, ടേണർ വിളിച്ചിട്ടുണ്ട്, വെൽഡർ, ഇങ്ങനെ ഓരോ ഇതെല്ലാം ഞാൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം പിടിക്കും. 222 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത് കേട്ടോ. കോപ്പ വിളിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക ട്രേഡുകളൊക്കെ ഉണ്ട് ഇതിൽ. പാലക്കാട് ഡിവിഷൻ നിങ്ങളുടെ കാണാം. പ്ലംബർ, കാർപ്പൻറ്റർ, വെൽഡർ, ദെൻ പെയിൻറ്റർ, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, കോപ്പ, മെക്കാനിക്, റെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ, അതുപോലെ ICTSM വിളിച്ചിട്ടുണ്ട്. ദെൻ SSA വിളിച്ചിട്ടുണ്ട്. അങ്ങനെ 255 വേക്കൻസി അതിൽ വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ പറയട്ടോ. അതേപോലെ തന്നെ CNW പേരമ്പൂരിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ പറയുന്ന ഫിറ്റർ, വെൽഡർ, കാർപ്പൻറ്റർ, പെയിൻറ്റർ, മെക്കാനിക്, മെഷീൻ ടൂൾ മെയിൻ്റനൻസ്, മെഷീനിസ്റ്റ്, അങ്ങനെ കുറേ കാറ്റഗറി വിളിച്ചിട്ടുണ്ട്. 380ഓളം വേക്കൻസിയാണ് അതിൽ. പിന്നെ അടുത്ത ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് പേരമ്പൂരിൽ ഇതിൽ 130 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. വിവിധ ട്രേഡുകൾ അതിൽ കാണാം. നിങ്ങൾക്ക് വയർമാനൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ലോക്കോ വർക്ക്ഷോപ്പ് പേരമ്പൂരിൽ 228 വേക്കൻസി ഉണ്ട്. ഫിറ്റർ, നിങ്ങൾക്ക് വെൽഡർ, അങ്ങനെ തുടങ്ങിയുള്ള കാറ്റഗറി കാണാം. ഇതിനടുത്ത് എഞ്ചിനീയർ വർക്ക്ഷോപ്പ് നിങ്ങൾക്ക് കാണാം. അരക്കോണം, ഇതിൽ നിങ്ങൾക്ക് 48 വേക്കൻസി ഉണ്ട്. ടേർണർ, മെഷീനിസ്റ്റ്, വെൽഡറൊക്കെ വിളിച്ചിട്ടുണ്ട്. അടുത്ത ചെന്നൈ ഡിവിഷനിൽ നിങ്ങൾക്ക് പേഴ്സണൽ ബ്രാഞ്ചിൽ ഈ പറയുന്ന PA SAA വിളിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് 24 വേക്കൻസി. അങ്ങനെ തുടങ്ങിയുള്ള ചെന്നൈ ഇലക്ട്രിക്കൽ ഡിവിഷനിൽ അങ്ങനെ ഓരോ കാറ്റഗറി വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, അങ്ങനെ വിവിധ കാറ്റഗറി വിളിച്ചിട്ടുണ്ട്. ദെൻ ചെന്നൈ ഡിവിഷനിൽ നിങ്ങൾക്ക് അടുത്തത് ഓരോ ഡിവിഷൻ വൈസ് വേക്കൻസിയാണ്. അതിൽ 65 വേക്കൻസി ഉണ്ട്. ദെൻ ചെന്നൈ ഡിവിഷൻ ഇലക്ട്രിക്കൽ, റോളിംഗ് സ്റ്റോക്ക്, അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് 55 വേക്കൻസി ഇതിലുണ്ട്. ദെൻ ചെന്നൈ ഡിവിഷൻ ഇലക്ട്രിക്കൽ ഇതിൽ നിങ്ങൾക്ക് റോയപ്പുരം, അതിൽ നിങ്ങൾക്ക് 30 വേക്കൻസി ഉണ്ട്. ഓക്കെ. ദെൻ ചെന്നൈ ഡിവിഷൻ മെക്കാനിക്കൽ, ഡീസൽ, ഇതിൽ 22 വേക്കൻസി ഉണ്ട്. ദെൻ ചെന്നൈ ഡിവിഷൻ CNWയിൽ നിങ്ങൾക്ക് 280 വേക്കൻസി ഉണ്ട്. ദെൻ പേരമ്പൂരിൽ നിങ്ങൾക്ക് 3 വേക്കൻസി ഉണ്ട്. ദെൻ സെൻട്രൽ വർക്ക്ഷോപ്പ് പൊന്മലയിൽ 201 വേക്കൻസി ഉണ്ട്. ഇതൊക്കെ വിവിധ ഇതൊക്കെ പെയിൻറ്ററൊക്കെ വിളിച്ചിട്ടുണ്ട്. ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. തിരുച്ചിറപ്പള്ളി ഡിവിഷനിൽ 94 വേക്കൻസി. ദെൻ മധുരൈ ഡിവിഷനിൽ 84 വേക്കൻസി. ഇങ്ങനെയാണ് ടോട്ടൽ 2000-ന് മുകളിലുള്ള വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഡിവിഷനിലേക്ക് അപ്ലൈ ചെയ്യട്ടോ. ഒന്നിലധികം ഡിവിഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നിലധികം യൂണിറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവും. പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. ഇനി ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 15 വയസ്സാണ്. 15 വയസ്സാണ് സ്റ്റാർട്ടിങ്. മിനിമം 15 ആയിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾക്ക് SSLC വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അതായത് ഫ്രഷർ എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 22 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മാക്സിമം ഏജ് ലിമിറ്റ് 22 ആണ്. എന്നാൽ നിങ്ങൾക്ക് MLT അതുപോലെ തന്നെ, അതായത് MLT അതുപോലെ ITI വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് 24 ഏജ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി കൺഫ്യൂഷൻ വേണ്ട. വീണ്ടും അത് പറയുന്നതാണ്, SSLC ക്വാളിഫിക്കേഷനായിട്ട് വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന അപ്രന്റീസ്ഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് 22 വയസ്സ് വരെ, 15 to 22 വരെ അപ്ലൈ ചെയ്യാം. ഇതിൽ OBC ആണെങ്കിൽ 25 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 27 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇനി PWD ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ അവർക്ക് ഉണ്ടായിരിക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന MLT അതുപോലെ ITI വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് 15 മുതൽ 24 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവർക്ക് OBC ആണെങ്കിൽ അവർക്ക് 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ അവർക്ക്
29 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. PWD ആണെങ്കിൽ 10 മുതൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ ആണ് ഈ പറയുന്ന ഫ്രഷർ കാൻഡിഡേറ്റ്സിൽ കേട്ടോ. ഫ്രഷർ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ക്വാളിഫിക്കേഷൻ, അതായത് ഈ പറയുന്ന SSLC നമ്മൾ പറഞ്ഞല്ലോ ITI വേണ്ടതിന്. അപ്പോൾ ഫിറ്ററിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ 50% മാർക്കോടുകൂടി നിങ്ങൾ പാസ്സായിരിക്കുക. ഇതിന് ITI വേണ്ടത്. ഇത് ഫ്രഷർ ആ ഒരു വേക്കൻസി ഉണ്ടല്ലോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ, ഈ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് ഇത് കൺഫ്യൂഷൻ ആവട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞത് വീഡിയോ മുഴുവനായിട്ടും കാണാം. ഇത് 2 വർഷം നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും കേട്ടോ. ഇനി വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് ആണെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് 50% മാർക്കോട് പാസ്സായിരിക്കുക. ഈ പറഞ്ഞ 1 വർഷവും 3 മാസവുമായിരിക്കും ട്രെയിനിങ് ഡ്യൂറേഷൻ. ഇതിന് MLT ആണെങ്കിൽ നിങ്ങൾക്ക് +2 സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം. നിങ്ങൾ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിർബന്ധമായിട്ടും ഈ 3 സബ്ജക്റ്റ് നിങ്ങൾ +2 ലെവലിൽ പഠിച്ചിരിക്കണം. 50% മാർക്കും വേണം. 1 ഇയറും 3 മന്തും ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ട്രെയിനിങ് ഡ്യൂറേഷൻ. എന്നാൽ ഈ പറയുന്ന SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 50% എന്ന് പറയുന്ന കാര്യം നിർബന്ധമില്ല. അവർക്ക് ജസ്റ്റ് പാസ്സായവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അത് അവർക്ക് ബാധകമല്ല. ബാക്കിയുള്ളവർക്ക് 50% മാർക്കാണ്. ഇത് ഫ്രഷർ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള അപ്രൻറ്റീഷിപ്പാണ്. അപ്പോൾ ജസ്റ്റ് 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 ആണ് ഇതിൻ്റെ യോഗ്യത. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണ് ക്വാളിഫിക്കേഷൻ. ഇനി അടുത്തത് ഇവിടെ പറയുന്നത് വെച്ചാൽ ഈ ഇപ്പോൾ ഉയർന്ന ക്വാളിഫിക്കേഷൻ, ഇപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ഡിപ്ലോമ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. എഞ്ചിനീയറിംഗ്, പോളിടെക്നിക് അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി ഓൾറെഡി നിങ്ങളൊരു അപ്രൻറ്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എലിജിബിൾ അല്ല അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും +2 കഴിഞ്ഞ് നിങ്ങൾ തുടർ പഠനം നടത്താതെ ഇങ്ങനെ വെറുതെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നവരോ അല്ലെങ്കിൽ എന്താണ് ഒരു റൂട്ടിലേക്ക് ആവാത്തവരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ. കാരണം അവർക്ക് ഇതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പഠിച്ച് അതുമായി ബന്ധപ്പെട്ട് താല്പര്യം വന്നു കഴിഞ്ഞാൽ അതിലേക്കൊക്കെ അവർക്ക് കയറാൻ പറ്റും. ഇനി അടുത്തത് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഇതിലൊക്കെ നമുക്ക് എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് റെയിൽവേൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു വരുമ്പോൾ നമുക്ക് എന്താണ് അപ്രൻറ്റീഷിപ്പ് ചെയ്തവർക്കും ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കയറാൻ പറ്റും കേട്ടോ. ITI വേണമെന്നില്ല. അതുകൊണ്ടൊക്കെയാണ് ഇത് പ്രത്യേകം ഫ്രഷർ എന്നുള്ള കാറ്റഗറിയിൽ എടുക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഈ പറയുന്ന നമ്മൾ ITI കഴിഞ്ഞിരിക്കണം എന്നില്ല, അങ്ങനെ കണ്ടീഷനൊക്കെ ഉണ്ട്. ഇനി മിനിമം ക്വാളിഫിക്കേഷൻ നമ്മൾ ITIൻ്റെതാണ് പറയുന്നത്. ITI വെച്ചിട്ടുള്ള ആ ഒരു XIT എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ടല്ലോ, രണ്ടാമത്തെ, അതിൻ്റെ ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. ഫിറ്റർ, ടേണർ, മെഷീനിസ്റ്റ്, ഇലക്ട്രീഷ്യൻ, മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ, ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് 50% മാർക്കോടുകൂടി 10ാം ക്ലാസ്സിൽ പാസ്സായിരിക്കും എന്നുള്ളതാണ്. 10ാം ക്ലാസ്സിൽ 50% മാർക്കോട് പാസ്സായിരിക്കുക. പ്ലസ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അതത് ട്രേഡുകൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന ഫിറ്റർ, ടേണർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡിൽ നമ്മൾ ITI കഴിഞ്ഞിരിക്കണം കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 1 ഇയർ ആണ് ട്രെയിനിങ് ഡ്യൂറേഷൻ. അടുത്തതുപോലെ ഇവിടെ മുതൽ നിങ്ങൾക്ക് ഇത്രയും ട്രേഡുകൾ ഇതിൽ നിങ്ങൾക്ക് ITI കഴിഞ്ഞിരിക്കുക. 10ാം ക്ലാസ്സിൽ 50% മാർക്ക് വേണം. ദെൻ ITI കഴിഞ്ഞിരിക്കുക. അങ്ങനെയുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ അടുത്ത വയർമാൻ ആണെങ്കിൽ നിങ്ങൾക്ക് വയർമാൻ ആൻഡ് ഇലക്ട്രീഷ്യൻ, ഇതിൽ നിങ്ങൾക്ക് എന്താണ് ITI കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, വയർമാനിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ പ്രത്യേകം ട്രേഡ് വേണ്ടത് അത് പ്രത്യേകം തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡുകൾ നിങ്ങൾ ITI കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. 10ാം ക്ലാസ്സിൽ 50% മാർക്ക് വേണം. എല്ലാത്തിലും നിർബന്ധമാണ് അത്. ദെൻ പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റൻറ്റ്, ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കോപ്പയിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതിലേക്ക് 10ാം ക്ലാസ്സിൽ 50% മാർക്ക് വേണം. ദെൻ അടുത്ത് വരുന്നത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, കോപ്പയാണ്. അപ്പോൾ നിങ്ങൾക്ക് കോപ്പയിൽ തന്നെ നിങ്ങൾ എന്താണ് ITI കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. ദെൻ അടുത്ത് നിങ്ങൾക്ക് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റെനൻസ് ആണ്, ICTSM ആണ്. ഇതിലേക്ക് 10ാം ക്ലാസ് 50% മാർക്കോട് പാസ്സായിരിക്കുക. പ്ലസ് എന്താണ് ഈ പറയുന്ന ICTSM നിങ്ങൾ എന്താണ് ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റം മെയിൻ്റെനൻസിൽ ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള എന്താണ് ഈ പറയുന്ന എക്സലൻസ് സ്കീം ആൻഡ് അഡ്വാൻസ് മൊഡ്യൂളിൽ ഈ പറയുന്ന റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ഹാർഡ്വെയർ ആൻഡ് കമ്പ്യൂട്ടർ പെരിഫറൽസ് എന്ന് പറയുന്നത് ഈ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ്റെ ട്രെയിനിങ്, ബേസിക് ട്രെയിനിങ് നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ഡ്രാഫ്റ്റ്മാൻ സിവിലാണ്. ഇതിൽ നിങ്ങൾ സിവിലിൽ ഈ പറയുന്ന ഡ്രാഫ്റ്റ്മാൻ സിവിൽ ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് വെൽഡറാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന വെൽഡറിൽ ITI കഴിഞ്ഞവരോ അല്ലെങ്കിൽ ഈ പറയുന്ന അഡ്വാൻസ്ഡ് മോഡ്യൂൾ ഓഫ് സെൻറ്റർ ഓഫ് എക്സലൻസ് സ്കീമിൽ അഡ്വാൻസ് വെൽഡിങ് അങ്ങനെ കഴിഞ്ഞ ആ ഒരു ബേസിക് ട്രെയിനിങ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്കാണ്. ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്കൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ അടുത്തത് നിങ്ങൾക്ക് സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടറി അസിസ്റ്റൻ്റ് ആണ്. ഈ പറയുന്ന 10ാം ക്ലാസ്, ഇതൊക്കെ 10ാം ക്ലാസ്സും വേണം കേട്ടോ. പറഞ്ഞത് എല്ലാത്തിലും നമുക്ക് 10ാം ക്ലാസ് 50% മാർക്ക് വേണം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് 50% മാർക്കും, സ്റ്റെനോഗ്രാഫിയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾ ITI കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് എന്താണ് സെക്രട്ടറി പ്രാക്ടീസിൽ ITI കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇത്രയാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. 50% SSLCയിൽ മാർക്ക് വേണം. അതെന്നാൽ SC ST PWD കാൻഡിഡേറ്റ്സിന് അത് ബാധകമല്ല. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഡിപ്ലോമ, ഡിഗ്രി, എഞ്ചിനീയർ ക്വാളിഫിക്കേഷൻ, ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവില്ല, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം മീൻസ് അങ്ങനെയെല്ലാം പറയുന്നത് അത്രയും നമുക്ക് എന്താണ് സോർട്ട് ചെയ്യാൻ ഇവിടെ കഴിയും എന്നുള്ളതാണ്. കാരണം എത്ര ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരൊന്നും അതിലേക്ക് അപ്ലൈ ചെയ്യില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ.
ഇനി PWD കാൻഡിഡേറ്റ്സിനൊക്കെ സ്യൂട്ടബിൾ ആയുള്ള പോസ്റ്റ് കാറ്റഗറി ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു അപേക്ഷ ഫീസ് വരുന്നുണ്ട്, 100 രൂപ പ്ലസ് സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സിനും PWD കാൻഡിഡേറ്റ്സിനും വിമൻ കാൻഡിഡേറ്റ്സിനും ഫീ ഇല്ല. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് യാതൊരു ഫീസും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. SC/STക്ക് ഫീ വേണ്ട, PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ഫീ വേണ്ട. ബാക്കിയുള്ളവർക്ക് ഒരു 100 രൂപ പ്ലസ് സർവീസ് ചാർജ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് അറൗണ്ട് നമുക്ക് 8,000-നും 7,000 ഇടയിലായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. ഏകദേശം ഒരു എമൗണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഉദ്യോഗാർത്ഥികൾ സ്വന്തമായിട്ട് തന്നെ ഈ പറയുന്ന അപ്രന്റീഷിപ്പ് പോർട്ടൽ എന്ത് ചെയ്യണം, അവർ രജിസ്റ്റർ ചെയ്തിരിക്കണം കേട്ടോ. ഓക്കെ, അതായത് നാപ്സിൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നാപ്സ്, അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അതിൽ നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുക. അതെന്നുള്ള ജസ്റ്റ് നമ്മൾ അതിലൊരു രജിസ്ട്രേഷൻ നമ്പറൊക്കെ നമുക്ക് കിട്ടും, നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അതുവഴിയായിരിക്കും നമുക്ക് ഈ സ്റ്റൈപ്പൻ്റെ കാര്യങ്ങളും നമ്മുടെ അപ്രന്റീഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളൊന്ന് രജിസ്റ്റർ ITI കഴിഞ്ഞവർക്ക് നാപ്സ് അറിയാം. 10ാം ക്ലാസ് കഴിഞ്ഞവർ ഫ്രഷർ കാൻഡിഡേറ്റ്സിൽ വരുന്നവരാണെങ്കിൽ അവർക്ക് നാപ്സ് അറിയില്ല. അപ്പോൾ ഞാനത് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ, ജസ്റ്റ് ഒന്ന്. ഓക്കെ, അതോടെ നാപ്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് റെയിൽവേൻ്റെ വെബ്സൈറ്റ് വഴി തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ നാപ്സിൽ ഒന്ന് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും രജിസ്റ്റർ ചെയ്യണം, അങ്ങനെ ഒരു കണ്ടീഷനിൽ പറയുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാ കമ്മ്യൂണിക്കേഷനും നിങ്ങളുടെ മെയിൽ വഴിയായിരിക്കും അവർ അറിയിക്കട്ടെ. നിങ്ങൾ സെലക്ട് ആയാലും മറ്റേത് ഈ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്തൊക്കെ മെയിൽ വഴി നമ്മൾ അറിയിക്കും. മെയിൽ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഫെയിൽ ആവാതിരിക്കണമെങ്കിൽ, നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ റിജക്റ്റ് ആവാതിരിക്കണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പേര്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഫാദറിൻ്റെ പേര്, ഈ 3 കാര്യങ്ങൾ നമ്മുടെ SSLC ബുക്കിലും SSLC മാർക്ക് ഷീറ്റിലും അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിലും ITയുടെ മാർക്ക് ഷീറ്റിലും അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിലും നമ്മുടെ ബാങ്ക് പാസ്, അതായത് ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ട, SC/ST OBC ഒക്കെ ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ ബാങ്ക് പാസ്ബുക്ക്, ആധാർ കാർഡ്, പാൻ കാർഡ്, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റിലും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഓക്കെ, അതായത് ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ എൻ്റെ പേര് രാജു എന്നാണെന്ന് വിചാരിക്കാം. ഓക്കെ, രാജു N ആണെന്ന് വിചാരിക്കുക ഇനീഷ്യൽ. ചിലതിൽ ഈ പറയുന്ന എൻ്റെ പാസ്ബുക്കിൽ വെറും രാജു എന്നാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അത് മാറ്റിയിട്ട് രാജു N ആക്കണം. അപ്പം നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക് എന്ത് ചെയ്യും, അത് നിങ്ങൾ ശരിയാക്കണം എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും മിസ്മാച്ച് ആണെങ്കിൽ ഓക്കെ, അല്ല പ്രശ്നങ്ങളൊന്നുമില്ലേ, പേടിക്കേണ്ട ആവശ്യമില്ല. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്ത് ചെയ്യും, നമുക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മിസ്മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, എല്ലാ ഡോക്യുമെൻറ്റ്സിലും ഒരേപോലെ ആക്കണം എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ടും നമ്മുടെ കയ്യിൽ ലാസ്റ്റ് ഡേറ്റിൻ്റെ, നമ്മൾ ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റിൻ്റെ ഉള്ളിൽ ഇവർ നമുക്കൊരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്, SC/ST സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ്. ഇത് സെയിം സർട്ടിഫിക്കറ്റ് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി നമ്മൾ തയ്യാറാക്കണം. OBC ആണെങ്കിൽ അവർക്ക് ആ റിസർവേഷനും പരിഗണനയും കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക തയ്യാറാക്കണം. ഓക്കെ, OBC ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസാണ്. അതോടൊപ്പം തന്നെ OBC കാൻഡിഡേറ്റ്സ് ഒരു സെൽഫ് ഡിക്ലറേഷൻ പാട് അതിൻ്റെ കൂടെ നമ്മൾ വെക്കണം. ഇത് നമ്മൾ തന്നെ ഫില്ല് ചെയ്താൽ മതി കേട്ടോ, വേറെ ആരെ കൊണ്ടും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന സെൽഫ് ഡിക്ലറേഷനാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ തന്നെ ഫില്ല് ചെയ്താൽ മതി. ഇത് പിന്നെ നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് പോകുന്ന സമയത്ത് നിങ്ങളത് ഫില്ല് ചെയ്ത് നിങ്ങളെ കയ്യിൽ വെച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ ഒരു സെൽഫ് ഡിക്ലറേഷൻ പാട് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ്. പിന്നെ നമ്മളെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അതൊക്കെ നമ്മൾ ആ സമയത്ത് നോക്കിയാൽ അത് സെലക്ട് ആയി കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സൈഡിലേക്കായിരിക്കും വരിക. നമ്മുടെ സൈറ്റാണ്. ഇവിടെ നിങ്ങൾ താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക. നിങ്ങളെ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആണ് കാണാൻ പറ്റും. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ നേരെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതാ ഇവിടെ നിങ്ങൾക്ക് കാണാം സദേൺ റെയിൽവേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം എൻഗേജ്മെൻറ്റ് ഓഫ് ആക്ട് അപ്രന്റീഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. ദ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ക്ലോസിംഗ് ഇവിടെ കാണാം. 12/8 ഓഗസ്റ്റ് 12 ക്ലോസ് ആവും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എന്തെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ഉണ്ട്. ഇനി നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്താൽ മതി. ലോഗിൻ ചെയ്യാനുള്ള ബട്ടൺ കൂടെ ഉണ്ട്. ഓക്കെ, 2 പോരെ പേജിൽ തന്നെ ഉണ്ട്. നമ്മളിവിടെ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു യൂണിറ്റേ നമുക്ക് ഇതിലേക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പം ഈ പറഞ്ഞിരിക്കുന്ന സെൻട്രൽ വർക്ക്ഷോപ്പ് ഗോൾഡൻ റോക്ക്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം എന്നല്ല കേട്ടോ. വേക്കൻസി എവിടെയാണ് കൂടുതലുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഞാൻ ഇപ്പോൾ തിരുവനന്തപുരമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇപ്പോൾ തിരുവനന്തപുരം ഏതിലാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് 3 യൂണിറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്നിലേക്ക് നമ്മൾ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പിലാണ് കേട്ടോ. നമ്മൾ തിരുവനന്തപുരം വരിക. അപ്പോൾ നിങ്ങളത് ഇവിടെ സെലക്ട് ചെയ്യണം. ഓക്കെ, യൂണിറ്റ് സിഗ്നൽ ആൻഡ് ടെലികോം വർക്ക്ഷോപ്പാണ്. അത് ജസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ITൻ്റെ ആണ് കൊടുക്കുന്നത്. നിങ്ങൾ 10ാം ക്ലാസ് വെച്ചാൽ അല്ലെങ്കിൽ +2 വെച്ചാണെങ്കിൽ ഫ്രഷറിന് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ IT എന്നുള്ള സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഡിവിഷൻ ഇവിടെ കാണാം. നിങ്ങൾക്ക് തിരുവനന്തപുരം ഡിവിഷൻ കാണാം. തിരുവനന്തപുരം സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾ അതിനനുസരിച്ച് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ഞാനിവിടെ ഫിറ്ററാണ് കൊടുക്കുന്നത്. ഫിറ്ററിന് സെലക്ട് ചെയ്തു. ഓക്കെ,
അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ വാക്കൻസീസ് ഒക്കെ കൊടുക്കുന്നത് എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് നോക്കാന്നുള്ള കണ്ടീഷൻ പറയുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ നോക്കണം തിരുവനന്തപുരം എത്ര വാക്കൻസി ഉണ്ട് എന്നൊക്കെ നോക്കി അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ എവിടെ ഉള്ളത് വെച്ചാൽ ഇനി ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊസീഡ് ടു നെക്സ്റ്റ് പേജ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളൊന്ന് കൺഫർമേഷൻ ചോദിക്കും, ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഏതിനൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. ITIൻ്റെ ആ ഒരു കാറ്റഗറിയിലാണ്. ദെൻ യൂണിറ്റ് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്തത്, ഏതാണ് ട്രേഡ് എന്നൊക്കെ ഇവിടെ കാണിക്കും കേട്ടോ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക ടു ഫിൽ ന്യൂ ആപ്ലിക്കേഷൻ ഫോം എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ നമ്മുടെ അപേക്ഷാ ഫീസ് കാര്യങ്ങളൊക്കെ കാണിക്കും. ഇപ്പോൾ നമ്മൾ അത് റീഡ് ചെയ്ത് പറയാം, ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് റീഡ് ചെയ്യട്ടോ നിങ്ങൾ. ഓക്കെ കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോം വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കാം, ദെൻ അതിൽ ഫാദറിൻ്റെ പേര് കൊടുക്കാം. ഓക്കെ, അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നാഷണാലിറ്റി, ഇങ്ങനെ ചെയ്ത് പോവാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഇത് ചെയ്താൽ വളരെ ഡ്യൂറേഷൻ കൂടും. അപ്പം ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മൾ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓൺലൈൻ ഫോം ഫില്ലിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾ നാപ്സ് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഗൂഗിളിൽ ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, നാപ്സ് എന്ന് അടിച്ചു കൊടുത്താൽ മതിട്ടോ. ഞാൻ പറഞ്ഞ അപ്രന്റീഷിപ്പ് പോർട്ടലിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ നാപ്സിൽ, അത് നമ്മൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാപ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇത് അങ്ങനെ വരും. ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഫസ്റ്റ് ലിങ്ക് തന്നെയാണ് അപ്രന്റീഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതാണ് നാപ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ഇവിടെ ലോഡ് ആകുന്നുണ്ട്, ജസ്റ്റ് കാണിക്കാം. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ളതാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഹോം പേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഹോം പേജ്. ഓക്കെ, then ഇവിടെ നമുക്ക് കാണാം ഹോം പേജ് നെക്കിയാൽ കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ലോഗിൻ പേജിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ നമ്മുടെ സൈറ്റിൽ ഇടാം കേട്ടോ. ഓക്കെ, ഞാൻ സൈറ്റിൽ ഇപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ സൈറ്റിൽ നമ്മുടെ സൈറ്റ് ഇവിടെ സൈറ്റിൽ ഇതിൽ ഞാനിവിടെ ആഡ് ചെയ്താൽ നാപ്സ് എന്നിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകും കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് കാൻഡിഡേറ്റ് എന്നുള്ള സെലക്ട് ചെയ്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൽ ലോഗിൻ ആസ് കാൻഡിഡേറ്റ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ ഇനി നമ്മൾ രജിസ്റ്റർ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് രജിസ്റ്റർ ആസ് കാൻഡിഡേറ്റ്സ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ. എന്നാൽ നമ്മൾ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെങ്കിൽ ITI സ്റ്റുഡൻറ്റുകൾ ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ +2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിക്ക് ചെയ്യേണ്ട, നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്ത് അങ്ങനെ പോകാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഇതിൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക, നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.